ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അയിലമീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ മീൻകറിക്ക് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്, നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ശകലം കറിവേപ്പില, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഫിഷ് മസാല 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ശകല ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീൻകറി നമ്മൾ ഈ മൺചട്ടിയിൽ ചെയ്യുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉപയോഗിച്ച് തന്നെ മീൻകറി വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഏതാ പാത്രം ഏകദേശം ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി വരാനൊക്കെ പെട്ടെന്ന് വാടിക്കുന്നതിനൊക്കെ നല്ല വഴറ്റി ചേർക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നത്. ഈ തക്കാളി നന്നായി വാടി ശേഷം നമുക്ക് ശകലം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അത് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ആ കറിയിലെ നിറവും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിലുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മീനിനും കൂടി ചേർന്നിട്ടുള്ള ഉപ്പ് വെള്ളത്തിലുണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച ശേഷം ഇതിലോട്ട് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ മസാല കാണിക്കുന്ന കുറച്ച് കുടംപുളി കാണിച്ചിട്ടില്ലായിരുന്നു, മറന്നുപോയതാണ്. ഇപ്പോൾ അതിലോട്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പം മീനിൻ്റെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തവി വെച്ച് ഇളക്കരുത്. ചട്ടി ഇങ്ങനെ പിടിച്ചൊന്ന് കറക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ. ഒത്തിരി വേവുന്നില്ല, നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പം നമ്മുടെ മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് 2 പ്ലേറ്റ് ചോറുണ്ണാൻ പറ്റും ഈ കറി ഉണ്ടെങ്കിൽ.
സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്